നിങ്ങൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. എന്തൊക്കെ നോക്കിയിട്ട് സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ആകുന്നില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു യൂട്യൂബ് ബിഗിനർ ആണെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ, നമ്മൾ വാട്സപ്പിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും, പിന്നെ കൂടിപ്പോയി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്ത് കൊടുക്കും. പക്ഷേ ചില സിറ്റുവേഷനിൽ പറയുന്നുണ്ട്, നമ്മുടെ സെയിം അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ലിങ്ക്, നമ്മുടെ വീഡിയോയുടെ ആയാലും നമ്മുടെ ചാനലിൻ്റെ ആയാലും ലിങ്ക് കോപ്പി ചെയ്ത് കൊടുത്താൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആപ്പ് വഴി ആൾക്കാർ വീഡിയോ കാണുമ്പോൾ അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ഡെഡായി പോകും. അതുപോലെ വ്യൂസൊക്കെ ആയാലും നമുക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പരിധി വരെ അതൊരു കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ തോന്നുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മെയിൻ അക്കൗണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ വേറൊരു ജിമെയിൽ ഐ ഡിയോ അങ്ങനെ എന്തെങ്കിലും യൂട്യൂബ് ആയാലും ക്രിയേറ്റ് ചെയ്തിട്ട് ആ ചാനൽ വഴി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഇതൊന്നുമല്ല. ഇന്ന് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയാണ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറയുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കൂടുതലും വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇവയിലൂടെയൊക്കെ ആയിരിക്കും. അത് നമ്മൾ നമ്മുടെ ഓൺ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുത്താൽ മേ ബി നമ്മുടെ വ്യൂസ് ആയാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയാലും സ്പാം ആയി പോകും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ വേറൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ യൂട്യൂബിൽ തന്നെ പോകുമ്പോൾ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പ്ലസ് എന്ന ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ആഡ് അക്കൗണ്ട് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി ക്ലിക്ക് ചെയ്ത് നമുക്ക് വേറൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ മെയിൻ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആയാലും ഷെയർ ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന സൈറ്റുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സൈറ്റിൽ നിന്നൊക്കെ വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഏത് സൈറ്റാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ ക്രോം ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് യൂട്യൂബ് ബാക്ക്ലിങ്ക് ജനറേറ്റർ എന്ന്. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ ഫസ്റ്റ് വൺ ഫ്രീ യൂട്യൂബ് ഷോർട്സ് ബാക്ക്ലിങ്ക് ജനറേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. യൂട്യൂബ് ഷോർട്സ് ബാക്ക്ലിങ്ക് ജനറേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെയാണ് നമ്മുടെ വീഡിയോയുടെ, ലോങ് വീഡിയോയുടെയോ ഷോർട്ട് വീഡിയോയുടെയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കെന്തായാലും അത് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ യൂട്യൂബ് എടുക്കുകയാണ്. നമ്മുടെ സെയിം അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യരുത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാം. ഈ വീഡിയോ തന്നെ കോപ്പി ലിങ്ക്, മിക്ക ആൾക്കാർക്കും എങ്ങനെയാണ് കോപ്പി ലിങ്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇങ്ങനെയാണ് കോപ്പി ലിങ്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ കൊണ്ട് അത് പേസ്റ്റ് ചെയ്യാം. ഇനി സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇത്രയും സൈറ്റുകളാണ് വരുന്നത്. ഇത്രയും സൈറ്റിൽ നമ്മുടെ ഈ വീഡിയോ അപ്ഡേറ്റ് ആകും. മൊത്തം 99 സൈറ്റുകളാണുള്ളത്. ഇവിടെ അത് സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലായിട്ട് 99 സൈറ്റിൽ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഷെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കിനി ഏതെങ്കിലും ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ വീഡിയോ ആ സൈറ്റിൽ കയറിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വേറൊരു സൈറ്റിൽ കൂടി എടുത്ത് നോക്കാം. കണ്ടോ നമ്മുടെ വീഡിയോ കയറിയത്? ഇതുപോലെ എല്ലാ സൈറ്റിലും നമ്മുടെ വീഡിയോ ഷെയർ ആയിട്ടുണ്ട്. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് നമ്മുടെ ടിപ്സ്? ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന്
ചെയ്ത് നോക്കുക കേട്ടോ. കാരണം മാത്രമല്ല, നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒക്കെ ആയാലും സൈറ്റിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ആയാലും സെറ്റിങ്സിൽ പോയിട്ട് അലോ ആണോ എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞൊന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.